മതിയേക്കും. എല്ലാവരും എൻ്റെ ഉപ്പാനെ സഹായിക്കണം. വേറെ നിവൃത്തില്ലാത്തതുകൊണ്ടാണ്. ഞങ്ങളിപ്പം അല്ലാതെ വേറെ ആരുമില്ല. ഞങ്ങളുപ്പാനെ സഹായിക്കണം. എല്ലാവരും സഹായിക്കണം. എൻ്റെ 2 പെങ്ങന്മാരുണ്ട്. അവര് ഉമ്മാനെ ഉപ്പാനെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ട് പഠിച്ച റബ്ബിനെ ഓർത്ത് നിങ്ങളെല്ലാവരും സഹായിക്കണം. വേറൊരു മാർഗമില്ലാത്തതുകൊണ്ടാണ് ഈ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നത്. അസ്സലാമു അലൈക്കും. നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം. എന്നെ കൈവിടരുത്. എൻ്റെ മക്കളെ ഓർത്തിട്ടെങ്കിലും എൻ്റെ ലിവർ മാറ്റി വെക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. സാമ്പത്തികമായിട്ടൊന്നുമില്ല, സഹായിക്കാൻ ആരുമില്ല. ഒരു നാട് ഒറ്റക്കെട്ടായി ഉറക്കമൊഴിച്ചുകൊണ്ട് ഈ പ്രിയപ്പെട്ട ഉമ്മയുടെ മകൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. എൻ്റെ ചാരിറ്റി പ്രവർത്തനത്തിൽ ഇതുപോലെ ഒരു ജനപങ്കാളിത്തം ഞാൻ കണ്ടിട്ടില്ല. ഇവിടുത്തെ നിലമ്പൂരിൻ്റെ ജനനായകൻ PV അൻവർ MLA അവർകൾ, പോലീസ് അധികാരികൾ, മഹല്ല് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, DCCയുടെ പ്രസിഡന്റ്, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മതജാതി വ്യത്യാസമില്ലാതെ സഹോദരന് വേണ്ടി ഒരുമിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എറണാകുളത്ത് നിന്ന് വീഡിയോ എടുത്ത് 6 മണിക്കൂറുകൾ കൊണ്ടാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇന്ന് തന്നെ ഈ സമയത്ത് തന്നെ വീഡിയോ എടുത്തതിന് ശേഷം ഈ ഒരു വിഷയം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കും. എൻ്റെ പ്രിയപ്പെട്ട ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കാരുണ്യ മനസ്സുകൾ ഒന്ന് ഏറ്റെടുക്കണേ. നിങ്ങൾ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ ഈ ഉമ്മയുടെ പൊന്നു മകൻ്റെ ജീവൻ അപകടത്തിലാവും എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ കരങ്ങൾ നീട്ടുന്നത്. എല്ലാവരും സഹായിക്കണം. അല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരുമില്ല. പ്രിയപ്പെട്ടവരെ, എത്ര ആളുകൾ കാണുമെന്നോ എത്ര ആളുകളിലേക്ക് എത്തുമെന്നോ എത്ര ആളുകളുടെ മനസ്സ് വേദനിക്കുമെന്നോ എനിക്ക് ഒരു വിശ്വാസവുമില്ല. വളരെ സങ്കടകരമായിട്ടുള്ള വേദനിപ്പിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ വല്ലാത്ത പ്രയാസം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിലെ പോത്തുകല്ല് പഞ്ചായത്തിലെ തമ്പുരാട്ടുംകല്ലിലെ പ്രിയപ്പെട്ട മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന പാലക്കൽ എന്ന സഹോദരൻ വളരെ പ്രയാസത്തിൽ അനുഭവിക്കപ്പെടുകയാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ, ഈ സങ്കടം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അമൃത ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത റൂം എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. സർജറിക്കുള്ള ഡേറ്റ് 2 പ്രാവശ്യം കഴിഞ്ഞു. ഈ പ്രിയപ്പെട്ട മക്കളുടെ ഉപ്പയുടെ ജീവൻ നമ്മുടെ കരുണയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ്. വേറെ മാർഗങ്ങളില്ല. പണമില്ലാത്തതിൻ്റെ പേരിൽ ചികിത്സ മുടങ്ങിയിരിക്കുകയാണ്. ജീവൻ നഷ്ടപ്പെടാനുള്ള ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അടിയന്തരമായി ഈ മനുഷ്യൻ്റെ കരൾ മാറ്റിവെച്ചില്ലെങ്കിൽ ഈ മക്കളുടെ ജീവൻ ഈ മക്കൾക്ക് അനാഥമാകുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. നിങ്ങൾ സഹായിക്കേണ്ട വലിയ അടിയന്തര ഘട്ടമായിട്ടുള്ള എമർജൻസി വീഡിയോ ആണ്. എത്രയും പെട്ടെന്ന് പണമുണ്ടാക്കി ഈ പ്രിയപ്പെട്ട മുജീബ് കായുടെ ജീവൻ നമുക്ക് രക്ഷപ്പെടുത്തണം. ദാനധർമ്മങ്ങൾക്ക് പ്രതിഫലം പർവ്വതത്തിന് സമാനമായ വിശുദ്ധ റംസാൻ മാസത്തിന്റെ പുണ്യരാവിലാണ് നമ്മളുള്ളത്. 27ാം രാവിന്റെയും ലൈലത്തുൽ ഖദറിന്റെയും പുണ്യമാക്കപ്പെട്ട ദിവസം നിങ്ങൾ സദഖക്കും സകാത്തിനും വേണ്ടി മാറ്റിവെക്കുന്ന ഒരു ചെറിയ വിഹിതം ഈ പൊന്നു ഉപ്പയുടെ ജീവൻ രക്ഷിക്കാൻ, കരള് മാറ്റിവെക്കാൻ നൽകണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ആകെ ഉണ്ടായിരുന്ന കുറഞ്ഞ സ്ഥലവും വീടും പ്രകൃതി ദുരന്തത്തിൽ നിന്ന് ഉരുള് പൊട്ടിയതിൽ നിന്ന് നഷ്ടപ്പെട്ട് ഇപ്പോൾ വാടക വീട്ടിലാണ്. നാട്ടുകാരുടെ വല്ലാത്ത സഹായങ്ങൾ കൊണ്ടാണ് മുന്നോട്ടുള്ളവരെ. ഈ നാടിൻ്റെ ഒരു സാധാരണക്കാരനായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരു ബസ് തൊഴിലാളിയായി ജീവിച്ച് ഇന്ന് കരൾ മാറ്റൽ ശസ്ത്രക്രിയക്ക് വിധേയമായ മുജീബ് റഹ്മാനെ സഹായിക്കണമെന്ന സതുദ്ദേശത്തോടു കൂടിയാണ് ഈ പോത്തുകൽ പഞ്ചായത്തിലെ മുണ്ടേരിയിലെ 100 കണക്കിന് ആളുകൾ രാത്രി 11:30 മണിക്കും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. കുടുംബത്തിൻ്റെ സ്ഥിതി വളരെ ദയനീയമായതുകൊണ്ട് അവരെ സഹായിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നതിൻ്റെ തെളിവാണ് ഇവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ. തീർച്ചയായും 3 മക്കളുള്ള മുജീബ് റഹ്മാൻ്റെ കുടുംബത്തെ സഹായിക്കാൻ ചികിത്സയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് ആവശ്യമായ പണം നിങ്ങളാൽ കഴിയുന്ന വിധം ഈ ഫണ്ടിലേക്ക് അയക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. മക്കളെ ഓർത്തിട്ടെങ്കിലും ഒന്ന് സഹായിക്കണം. വേറെ നിവൃത്തില്ലാത്തതുകൊണ്ടാണ്. 35 ലക്ഷം എന്ന വലിയ തുകക്ക് മുമ്പിൽ ഒരു കുടുംബവും ഒരു നാടും പകച്ചു നിൽക്കുകയാണ്. നമ്മൾ മാത്രമാണ് ഇനി ഇവരുടെ പ്രതീക്ഷ. പരിശുദ്ധമായ റംസാൻ മാസമാണ്. നമ്മൾ മാത്രമേ ഇനിയുള്ളൂ. നമ്മളെ ഇനി ഇവരെ സഹായിക്കാനുള്ളൂ. സഹായിക്കണേ, തട്ടിക്കളയരുത്. ഇവിടെ MLA സൂചിപ്പിച്ചതുപോലെ ഒരു നാട് മുഴുവൻ കണ്ണിൽ എണ്ണയൊഴിച്ച് ശ്രീ ഷമീർ കുന്നമംഗലത്തിനു വേണ്ടി ഇവിടെ കാത്തിരിക്കുകയായിരുന്നു.
ഈ നാട്ടിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മുജീബ് റഹ്മാൻ്റെ ജീവൻ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പോരാട്ടത്തിന് ഞങ്ങൾ ഒരുങ്ങുകയാണ്. പ്രളയം വിഴുങ്ങിയ ഒരു ഗ്രാമമാണ്. കഴിഞ്ഞകാല പ്രളയത്തിൽ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ച ഒരു നാടാണ് മുണ്ടേരി. പ്രളയം നേരിട്ട് ബാധിച്ച ഒരു കുടുംബത്തിലെ അംഗമാണ് പ്രിയപ്പെട്ട മുജീബ് റഹ്മാൻ. ഒരു ഉപജീവന മാർഗവും ഇല്ലാതെ കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട മുജീബ് റഹ്മാന് ഇരുട്ടടി പോലെ വന്നിട്ടുള്ള ഈ ദുരന്തത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന ഈ പുണ്യമാസക്കാലമായിട്ടുള്ള നമ്മുടെ റംസാൻ മാസക്കാലത്ത് പരമാവധി ആളുകൾ ഈ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ സഹായം നൽകണമെന്ന് വളരെ വിനയത്തോടെ താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. ഈ കുട്ടിനെ രക്ഷിക്കാൻ നിങ്ങളെല്ലാവരും സഹായിക്കും. ഈ ഉമ്മക്കൊന്നും പറയാനില്ല. TVS ഓഡിറ്റോറിയത്തിൽ തടിച്ചുകൂടിയ നൂറുകണക്കിന് ആളുകൾ. പ്രത്യേകം ശ്രദ്ധിക്കുക, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം 200 ട്രാൻസാക്ഷൻ കഴിഞ്ഞാൽ UPI, ഗൂഗിൾ പേ, ഫോൺ പേ അതേപോലുള്ള സംവിധാനങ്ങൾക്ക് തടസ്സമാവധി 2 മിനിറ്റ് അധികം എടുത്താലും ബാങ്കിലോട്ട് അയക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുക. പോത്തുകല്ല് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ നജീബാണ് സംസാരിക്കുന്നത്. പോത്തുകല്ലിൽ എനിക്ക് നേരിട്ട് പരിചയമുള്ള ഒരു വ്യക്തിയാണ് മുജീബ് റഹ്മാൻ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നല്ലവരായ ജനങ്ങൾ, സുമനസ്സുകൾ എല്ലാവരും അദ്ദേഹത്തെ സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ടവരെ, സഹായിക്കാൻ പറ്റുന്ന ആളുകൾ 1 രൂപയെങ്കിലും 10 രൂപയെങ്കിലും സഹായിക്കുക. ഒന്നിനും സാധിക്കാത്ത ആളുകൾ, സഹായിക്കാൻ മനസ്സുള്ള, കാരുണ്യ മനസ്സുള്ള ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണേ. നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക്, സൗഹൃദ ഗ്രൂപ്പുകളിലേക്ക്, കോളേജ് സ്കൂൾ ഗ്രൂപ്പുകളിലേക്ക്, ഏതൊക്കെ മേഖല, മലപ്പുറം ഒന്ന് ഏറ്റെടുത്താൽ, മലപ്പുറം ജില്ല ഒന്ന് ഏറ്റെടുത്താൽ, എല്ലാ സ്ഥലങ്ങളിലും ഈ വിഷയം ഏറ്റെടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മുജീബ് റഹ്മാനെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും. എല്ലാവരും ഏറ്റെടുക്കണേ. അസ്സലാമു അലൈക്കും.